സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിലെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് പേനയും എഴുത്തുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ കാണുന്നുണ്ട്. ഈ ആഴ്ചയിലെ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനുള്ളവരും കമ്മ്യൂണിക്കേഷൻ എഴുത്തുകുത്തുകളുള്ളവരും കറസ്പോണ്ടൻസ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം. എടുക്കുക വരുത്തരുത്, നാളേക്ക് മാറ്റി വയ്ക്കരുത്. എഴുതാനുള്ളതും സംസാരിക്കാനുള്ളതും മെയിൽ സെൻഡ് ചെയ്യാനുള്ളതും എല്ലാം ഈ ആഴ്ചക്കുള്ളിൽ ചെയ്തു തീർക്കണം. കുടിശ്ശിക ഉണ്ടാകാത്ത രീതിയിൽ കർത്താവിന്റെ മേലെല്ലാം അനുഗ്രഹം ഉണ്ടാകും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു പ്രാർത്ഥന. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധമായ വലതുകരം ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും വയ്ക്കണമേ. ഇവിടെ തീർത്ഥാടനത്തില് പ്രാർത്ഥിക്കുന്നവര്, ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവര് കർത്താവിന്റെ കൃപ തിരിച്ചറിയട്ടെ. ഈശോ അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശ്രദ്ധ എല്ലാ മക്കളിലേക്ക് അരിച്ചിറങ്ങട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. കരൾ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, അൾസസ് രോഗങ്ങള്, അൾസർ രോഗങ്ങള്, ഈശോടി രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള്, വിഷക്ക രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, അസ്ഥി രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഒരുമിച്ച് എല്ലാവരും അരികിൽ വരണമേ. വലിയൊരു വചന പ്രഘോഷണം നമ്മൾ കഴിഞ്ഞിട്ട് കർത്തൃസന്നിധി നമ്മൾ യാചിക്കുകയാണ്. ഈ ആഴ്ചയിൽ ജപ്തി നടപടിയെ അഭിമുഖീകരിക്കുന്നവരുണ്ട്. സാമ്പത്തികമായ വലിയ കടങ്ങളാൽ വസ്തു ലേലത്തിൽ പോകാൻ പോകുന്നവരുണ്ട്. അതെല്ലാം ഈ സമയത്ത് സമർപ്പിക്കുന്നു. 17 ദിവസത്തിനുള്ള ആ വിഷയത്തിന് മേലും ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. മർക്കോസ് 1:15 അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ അനുദപിച്ച് സുവിശേഷത്തെ വിശ്വസിക്കുന്ന ഒരു പ്രക്രിയയാണ് കേരളത്തിൽ നടക്കാതിരുന്നത്.
അതാണ് വിഷയം. കേരള സഭയ്ക്ക് എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സഭ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ദേശാന്തരം സംഭവിച്ച് ഇവിടെ ചോദിച്ചു പോകും. നോട്ട് ഡൗട്ട്. ഈ രാജ്യത്ത് ഉപ്പായിട്ട് ഈ രാജ്യത്തിന് ക്രിസ്ത്യന് കൊടുക്കേണ്ട ഒരു സഭ ഇപ്പം തിരിച്ച് വേറെ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാൻ. ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പൻഡ്. എല്ലാ രാജ്യങ്ങളും ചെല്ലുമ്പോൾ പണ്ട് കേരളത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അവിടെ കേരളം ഉണ്ടാക്കി അവിടെ ജീവിക്കുകയാണ്. ഇപ്പോൾ ഉണ്ട് 8-9 രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഇവിടുന്ന് പോയ ആൾക്കാർ അവിടെ കേരളം ഉണ്ടാക്കി അവിടെ ജീവിക്കുകയാണ്. അവിടെ സുവിശേഷ വേല ഇവിടെ അസ്തമിച്ചിരിക്കുന്നു. കർത്താവിനെ അറിയാത്ത ഈ ലോകത്ത് വന്നതിന് ശേഷം കർത്താവിനെ കൈമാറാതെ അവിടെ ജോലിക്കാര്യമായിട്ട് അവർ തിരിച്ചു വന്നവർ തിരിച്ചുപോയി. ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ നൗ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്തൊരു സങ്കടവും വല്ലാത്തൊരു നഷ്ടവുമാണ്. നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നവർ വോട്ടിൻ്റെ പേരിലാണ് പിടിച്ചു നിർത്തണത്, സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾ എവിടെയായിരിക്കുമ്പോഴും ഇപ്പോഴത്തന്നെ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ കർത്താവിൻ്റെ ജോലി ചെയ്തില്ലെങ്കിൽ കർത്താവിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി കർത്താവ് വേറൊരു ജനതയെ ഇവിടെ സൃഷ്ടിക്കും. That is what we are seeing now in India. സുധികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളെ ദൈവരാജ്യത്തിന്റെ പോരാളികളാക്കി മാറ്റണമേ. മരിയൻ ഉടമ്പടിയുടെ വക്താക്കളാക്കി മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം ആരാധന ഹല്ലേലൂയ. യേശുവേ അശ്വതി എന്നും പറഞ്ഞൊരു മോള് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞു. ഈ നാട്ടുകാരത്തിയാണ്, ജസ്റ്റ് കലവൂരിൻ്റെ അപ്പുറത്ത് പാതിരപ്പള്ളിയുള്ള സഹോദരിയാണ്. അപ്പം അശ്വതിയുടെ സാക്ഷ്യം, അതായത് അശ്വതിയുടെ ചേച്ചിയുണ്ട്. അപ്പോൾ ഇവർക്ക് ഉള്ളൊരു കുഞ്ഞ് ലാഭമാണ്, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു പോവുകയാണ്. ലാബിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഉള്ളിലോട്ട് മാറിയാണ്, റോഡ് സൈഡിലല്ല. ആരെങ്കിലും അതുപോലെ തന്നെ കഫമൊക്കെ പരിശോധിക്കാൻ വന്നാൽ കാണത്തില്ല, ലാബ് കാണത്തില്ല, ഇത് ഉള്ളിലോട്ട് മാറിയാണ്. അതുകൊണ്ട് അവിടെ ബിസിനസ് നടക്കണില്ല. അപ്പോൾ ഇത് പൂട്ടുമ്പോൾ അശ്വതിക്ക് തോന്നി, എങ്ങനെയോ ആരോ കൃപാസനത്തിന് ലിങ്ക് കൊടുത്ത് അമ്മയെ വന്ന് കാണാൻ തോന്നി. അപ്പം അമ്മയെ വന്ന് കണ്ട് ഇവൾക്ക് ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഇല്ല. എങ്കിലും സാക്ഷ്യങ്ങൾ കേട്ടുകാൻ തുടങ്ങിയപ്പോൾ ദൈവം ഉണ്ടെന്ന് മനസ്സിലായി. സാക്ഷ്യങ്ങൾ ഏറ്റവും വലിയ ഈ സാക്ഷ്യം പറയാതിരിക്കുന്നവരെ ദൈവദൃശ്യത്തിന് ഇത് വലിയ കടവാണ് കേട്ടോ, ഓർത്തേക്കണം. നിങ്ങൾ വഴി എത്രയോ മനുഷ്യർ ദൈവത്തിലേക്ക് വരാതിരുന്നിട്ട് നിങ്ങളെ വാതിലടച്ചു കളഞ്ഞു. നിങ്ങൾ പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ നിങ്ങളെ പ്രവേശിക്കാൻ വന്നവരെ കയറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ? കർത്താവിൻ്റെ കാലത്തുള്ള വിഷയമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന. ലൂക്ക 11:52. നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വിജ്ഞാനത്തിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു. നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല. പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. സാക്ഷ്യം ഇതുവരെ പറയാത്തവരും അതുപോലെ തന്നെ
സുവിശേഷത്തെ നിന്ദിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഇതാണ്. എപ്പോഴും നമ്മൾ വിഷയം മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ കൃപാസനത്തിന് തന്നെ 128 മറ്റേ വീഡിയോ എതിരായിട്ട് കിടക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. കാര്യം ഈ ഒരു സോഷ്യൽ ഓഡിറ്റിങ് കഴിഞ്ഞതാണ് ഈ സ്ഥാപനം. ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ഉണ്ടാകത്തില്ല. വന്നവനും പോയവനും ക്യാമറ കണ്ടവനും വിലക്ക് വാങ്ങിയവനും എല്ലാം ഒരു കവള് കൃപാസനത്തിനെതിരെ സാത്താൻ സംസാരിച്ചിരിക്കും. എത്ര വീഡിയോ ആണ്! ഓരോ വീഡിയോ കഴിയുമ്പോഴും കൃപാസനത്തിന് ആൾ നിറഞ്ഞ് കവിയാണ്. അതൊന്നും കാണുന്നില്ല. എപ്പോഴെങ്കിലും വന്നാൽ ഇവിടെ കാര്യമായിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. ഒരു ദിവസമെങ്കിലും ഡെയിലി ഇതല്ലേ അവസ്ഥ. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ഇവിടെ ജനങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളാണ്. ഒരു 3-4 കൊല്ലം മുമ്പ് ഇപ്പോൾ കുറേ 10-50 വീഡിയോ ഒരുമിച്ചിറങ്ങിയപ്പോൾ ഞാനിങ്ങനെ മറുപടി ഒന്നും പറയാറില്ല. ഞാനിത് കാണാറുമില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേൾക്കണതാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇതൊന്നും കാണത്തില്ല, ശ്രദ്ധിക്കത്തുമില്ല. ഞാൻ ശ്രദ്ധിക്കണത് എന്താണ്? എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കാൻ നോക്കുകയുള്ളൂ. എന്നെ കർത്താവിൻ്റെ ഒരു നിലപാടല്ലേ ഇതാ. എന്താണ്, ലോകത്തിൻ്റെ അധികാരി വരുന്നു. അധികാരി അങ്ങനെ ലോകത്തിൻ്റെ അധികാരി വരും. അതൊക്കെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മളങ്ങോട്ട് പൂർത്തിയാക്കുക. അല്ല ലോകത്തിൻ്റെ അധികാരിയെ തടുക്കാനോ പിടിക്കാനോ നമ്മൾ റെഡിയല്ല. വി ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് അവർ ടൈം. ഈ വിഷയത്തിൽ ടൈമും ഞാൻ വേസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള വീഡിയോ പോലും കാണത്തില്ല. ഞാൻ എന്നാ ചെയ്യും? എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കും. ഉടമ്പടി വൃത്തിയും മെയിനായിട്ട് എടുക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കും. എല്ലാവരും ഉടമ്പടിക്കാരാണെന്ന് ഞാൻ പറയത്തില്ല. ഉടമ്പടി ജീവിക്കുന്ന ഒരു വർഗമുണ്ട് ഇവിടെ. അത് നിങ്ങൾക്കറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷിയോടെ ഉണ്ടായത്, തലമുറകൾ തോറും എൻ്റെ കുടുംബം കർത്താവിൽ ഉടമ്പടിയായി ജീവിക്കുമെന്ന്. ശ്രുതികട ഹല്ലേലൂയ. ഒരുമിച്ച് പാട്. തലമുറകൾ തോറും പാടും ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞ പറുദീസയായി ദൈവത്തിനെ പാർക്കാൻ പുണ്യാശ്രമമായി ഈശോയ്ക്ക് പറുദീസയായി ദൈവത്തിനെ പാർക്കാൻ പുണ്യാശ്രമമായി ഈശോയ്ക്ക്. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം അങ്ങനെ അത് 8 മാസത്തെ കോഴ്സാണ്. ജാനുവരി 2022 എനിക്ക് എൻ്റെ ഫീസ് മറ്റേ മാൾട്ടയുടെ 2019 ഞാൻ 2020 ഫീസ് കൊടുത്ത് ആ ഫീസ് എനിക്ക് റീഫണ്ട് ആവുകയാണ്. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഓർക്കുന്നില്ല. ജൂലൈ 7 ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു, ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു. അതിനകത്ത് ഇങ്ങനെ നിയോഗം വെച്ചായിരുന്നു, റീഫണ്ടിൻ്റെ ഇത് കിട്ടാൻ വേണ്ടി ഞാൻ നിയോഗം വെച്ചായിരുന്നു. അതിൻ്റെ ആണെന്നൊന്നും ഞാൻ ഓർക്കുന്നു പോലും ഇല്ല. 2022 ഇതുപോലെ ജാനുവരിയിൽ എനിക്ക് റീഫണ്ടബിളായി. അത് കഴിഞ്ഞ് ഞാൻ ആ കാര്യം മറന്നു കിടക്കുവാണ് ഞാൻ. അത് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞു. ഓഗസ്റ്റിൽ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇതുപോലെ എനിക്കൊരു ഭാഗ്യം കിട്ടി. ഓഗസ്റ്റ് 30 എനിക്ക് ഇവിടെ വരാൻ പറ്റി, മാതാവിനെ കാണാൻ പറ്റി. ഞാനിവിടെ വന്ന് ഡയറക്റ്റ് വന്ന് പ്രാർത്ഥിച്ചു. അതെന്നോട് അന്ന് പറഞ്ഞ ആ ചേച്ചി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഒന്ന് വാ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം എനിക്ക് കോൾ വന്നു. എനിക്ക് കാര്യങ്ങളെല്ലാം പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റ് വൈകാതെ തന്നെ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് എനിക്ക് 1.5 മാസം കൊണ്ട് വൈകാതെ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടി. അതിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ UK പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു നമുക്ക് UK നോക്കാടി എന്നിങ്ങനെ പറയും. അപ്പം ഞങ്ങളെല്ലാവരും UK പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്.
ഞാൻ UK അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു കോളേജിലേക്ക് ആപ്ലിക്കേഷൻ വെച്ചു. ആപ്ലിക്കേഷൻ വെച്ചതിന് ശേഷം എനിക്കൊരു കോൾ വന്നു. ഇതുപോലെ അവർ പറഞ്ഞു ഇതുപോലെ ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പ്രിപ്പയർഡായി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് എനിക്ക് സൂം മീറ്റിങ്ങിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, വല്ലാത്ത പേടിയും ഭയങ്കരമായിട്ട് ഞാൻ വിറയ്ക്കുക. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ നന്നായിട്ട് പഠിച്ചതാണ്, പക്ഷേ എനിക്കൊന്നും പറയാൻ തന്നെ പറ്റുന്നില്ല. അവർ ചോദിക്കുന്ന ആൻസറിനൊക്കെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി. എന്നോട് പാസ്പോർട്ടൊക്കെ കാണിക്കാൻ പറയുമ്പോൾ ഞാൻ സ്ക്രീനിലേക്ക് പാസ്പോർട്ട് കാണിക്കുമ്പോൾ ഇരുന്ന് വിറയ്ക്കുക. എനിക്ക് അറിഞ്ഞുകൂടെ എന്താ സംഭവിച്ചതെന്ന്. അപ്പം ഞാനത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഇനി എനിക്കൊന്നും നോക്കാനില്ല. പക്ഷേ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അന്ന് ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പോയതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ബൈബിൾ വായിക്കുമായിരുന്നു, കൊന്ത എത്തിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ആ ചേച്ചി പറഞ്ഞതായിരുന്നു, അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ സ്ഥിരം സാക്ഷി യേശു നാമത്തിൽ എന്നെ ഉയർത്തണമേ എന്ന്. അതും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇതുപോലെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ആ ഇൻ്റർവ്യൂവിനൊന്നും എനിക്ക് പറ്റിയില്ല. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാനപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവർ ഫെയിലായിരുന്നോ പാസ്സായിരുന്നോ ഒന്നും പറയുന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാനൊരു ദിവസം വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് ചൊവ്വാഴ്ച ധ്യാനം നടക്കുന്ന ദിവസമാണല്ലോ. അപ്പം ഞാനത് അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിക്ക് നിൽക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ വന്നു. അപ്പം ഞാനത് ഫുള്ളായിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആരാധന കൂടാമെന്ന് വിചാരിച്ചു. റൂമിലേക്ക് കയറി വന്നു. അപ്പോൾ അത് കൂടാൻ വന്നിരിക്കുമ്പോഴേക്കും എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വരുവാണ്. അപ്പോൾ ഏജൻസിക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ടീനയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, ടീന ഒന്ന് നോക്കിക്ക്, മെയിൽ ഒന്ന് എടുത്ത് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ മെയിൽ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ മെയിലിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് സ്പാം എടുത്ത് നോക്കുക, സ്പാം മെസ്സേജ് കിടപ്പുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് എൻ്റെ റിസൾട്ട് വന്ന് കിടപ്പുണ്ട്, എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള റിസൾട്ട് വന്ന് കിടപ്പുണ്ട്. അപ്പം ഞാനതെടുത്ത് പെട്ടെന്ന് മാറ്റി എടുത്ത് നോക്കി കഴിയുമ്പോൾ എനിക്ക് റിജക്ഷൻ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, റിജക്റ്റായി അത്. അപ്പോൾ എനിക്ക് പക്ഷേ എന്തോ എനിക്ക് ഉള്ളിൻ്റെ ഒരു വിശ്വാസമായിരുന്നു. എനിക്ക് അറിയത്തില്ല എന്താ എവിടെ നിന്നാണ് എനിക്ക് വിശ്വാസം കിട്ടിയത്. അപ്പം ഞാൻ പപ്പയോട് പറയുകയും ചെയ്തു, സാരമില്ല, ഞാൻ ഓക്കെയാണ്, കാര്യം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, സാരമില്ല, എനിക്കൊരു സങ്കടം തോന്നുന്നില്ല എന്നിങ്ങനെ പറയുക. അത് കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തു. അടുത്ത കോളേജിലോട്ട് ആപ്ലിക്കേഷൻ വെക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. അടുത്ത കോളേജുകളിലേക്ക് ആപ്ലിക്കേഷൻ വെച്ചു. പക്ഷേ ഒരു കോളേജിൽ നിന്നും ഒന്നും വന്നില്ല. എനിക്കാണെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി തന്നെ കിട്ടണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയത്തുപോലുമില്ല. അത് കഴിഞ്ഞ് ഒക്ടോബർ 19 ഞാൻ ഇതുപോലെ ഒക്ടോബർ 4 ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് ആ ചേച്ചി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയുടെ അമ്മയ്ക്ക് ഒട്ടും വയ്യ എന്നിങ്ങനെ പറയുക. അപ്പം ഞാനത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചേച്ചിയും അമ്മയും ഇവിടെ വന്ന് പുൽക്കരി രണ്ടുപേരും വന്ന് ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. അത് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ഒത്തിരി പ്രാർത്ഥിക്കുക, റൂമിൽ എഴുതാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ കൊന്ത എത്തിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. 9 തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പിന്നെ അത് കഴിഞ്ഞിട്ട് കൊന്തയും ഞാൻ ഒത്തിരി തവണ എത്തിച്ചു. എത്ര തവണ എത്തിച്ചു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എത്തിച്ചിരുന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്വപ്നം കാണുക, ഇവിടെ അച്ഛൻ, നമ്മുടെ ജോസഫ് അച്ഛൻ ഇവിടെ നിന്ന് ആൾത്താരയിൽ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നു. തൊട്ട് പിന്നിൽ മാതാവിൻ്റെ രൂപം കാണുന്നുണ്ട്, മാതാവിൻ്റെ ഈ പ്രതിമയും കാണുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ അച്ഛൻ ആ നിയോഗം വരെ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിയോഗം വരെ എത്തിച്ചേക്കും. അപ്പം ഞാൻ ഉറക്കത്തിൽ കിടന്ന് ഞാനും എത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഞെട്ടി എണീറ്റിട്ട് ഞാൻ ചേച്ചിനെ വിളിച്ച് ചേച്ചിയെടുത്ത് പറഞ്ഞു, പേടിക്കണ്ട, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, പുള്ളിക്കാരി ഓക്കെയാണ്, നാളെ പുള്ളിക്കാരിക്ക് വലിയൊരു അത്ഭുതമായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് പറയുക. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ചിലപ്പോൾ എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാനായിരിക്കും മാതാവ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്തോളം, മാതാവ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തേക്കാം. ഞാൻ അത്രയും നേരം നാൾ വിചാരിച്ചത് തീർത്ഥാടന ഉടമ്പടി വിസ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ പിറ്റേ ദിവസം തന്നെ ഉടമ്പടി എടുക്കാം എന്നൊക്കെ തീരുമാനിച്ചു. എന്നിട്ട് ഒക്ടോബർ 19 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് വേറൊരു ഇതും കൂടി വരുവാണ്. അവർ പറഞ്ഞു, എൻ്റെ അടുത്ത് പറയുക, ഇതുപോലെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ആ ഇൻ്റർവ്യൂ, ആദ്യം റിജക്റ്റ് ആയെന്ന് പറഞ്ഞു, എൻ്റെ റിസൾട്ട് വരാത്ത ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അവർ പറയുക അറ്റൻഡ് ചെയ്തിട്ടില്ല, ഇതുപോലെ ടീന ഒരു പണി ചെയ്യുക, അതിൻ്റെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ അയക്കാൻ പറയുക. അപ്പം ഞാനതിൻ്റെ പ്രൂഫ് അയച്ചു കൊടുത്തു അവർക്ക്. എൻ്റെ കയ്യിൽ ഞാൻ അറ്റൻഡ് ചെയ്തതിൻ്റെ ചെറിയൊരു പ്രൂഫ് കിടപ്പുണ്ടായിരുന്നു, ഞാനത് അയച്ചു കൊടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, അന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ അതിനെ കയറി അറ്റൻഡ് ചെയ്തു. നല്ല കോൺഫിഡൻസ് ആയിരുന്നു, എനിക്കെല്ലാം പെർഫെക്റ്റായിട്ട് ഞാനൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പപ്പയോടും പറഞ്ഞു, പപ്പ എനിക്ക് ഓക്കെയാണ്, ഞാൻ കോൺഫിഡൻസ് ആണ്, എനിക്ക് അറിയത്തില്ല, എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് എന്നും പറയുകയും ചെയ്തായിരുന്നു. അന്നാണ് എനിക്കിതുപോലെ സ്പാം മെസ്സേജ് വന്ന് എൻ്റെ റിജക്റ്റ് ആവുന്നതൊക്കെ.
പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ സെപ്റ്റംബർ 29 എൻ്റെ മെഡിക്കലാണ്. മെഡിക്കൽ കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിൽ ചെന്നതിന് ശേഷം പിറ്റേ ദിവസം എനിക്ക് ഒരു മെസ്സേജ് വരുവാണ്, ഇതുപോലെ ടീന ടോമി എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ID ഈസ് പാസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ ചേച്ചിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ചേച്ചി ഇത് എന്താ സംഭവം, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഫീസ് അടയ്ക്കാൻ തയ്യാറായിരുന്നു ടീന, അവർ പാസ്ഡ് ആണെന്നാണ് പറയുന്നത്, ടീനയുടെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ പാസ്സാണ്, ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ആണ് ഈ റിജക്റ്റ് അയക്കുന്നത്, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അതെങ്കിൽ ഞങ്ങൾ സീറ്റ് ബ്ലോക്ക് ചെയ്യുവാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഒക്ടോബർ 19 ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കണ്ടീഷൻ ലെറ്റർ വന്നു, അൺകണ്ടീഷൻ ലെറ്റർ വന്നു, അതിനുശേഷം ക്യാഷ് ഷീൽഡ് വന്നു. ക്യാഷ് ഷീൽഡ് വന്നതിന് ശേഷം വല്ലാത്തൊരു കാര്യങ്ങളായിരുന്നു നടന്നത്. കാര്യം ക്യാഷ് ഷീൽഡ് വന്ന് ഞങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തു. ഞാൻ പിന്നെ ഇനി ക്യാഷിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ക്യാഷ് എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ലെറ്ററാണ്, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നതാണ്. അവരത് അയച്ചാലേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പക്ഷേ ആദ്യത്തെ ദിവസം തൊട്ട് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. കാര്യം 25% സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് സ്റ്റാർട്ട് ചെയ്ത് നല്ല ഇമ്പ്രൂവ്മെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് നേരെ സ്റ്റക്ക് ആവുകയാണ്, ഒരു 61% സ്റ്റക്കായി. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു പേടിക്കേണ്ട ടീന, ഇത് സംഭവിക്കുന്നതാണ്, എപ്പോഴും സംഭവിക്കുന്നതാണെന്ന് എൻ്റെ അടുത്ത് ഏജൻസിയിൽ നിന്ന് എപ്പോഴും പറയുന്നത് അത് തന്നെ. എനിക്ക് വേറെ ഒരു ഇതുമില്ല, റിപ്ലൈയും വരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് നവംബർ 10 എൻ്റെ ക്യാഷ് എൻ്റെ കൈ കിട്ടണോട്ടോ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ മാതാവിനെ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാവേ, സഞ്ചാരി മാതാവേ, ഇതുപോലെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മേ അമ്മ മാതാവൊന്ന് ചെന്ന് ആ യൂണിവേഴ്സിറ്റി ചെന്ന് അവരെയും കൊണ്ട് ആ എൻ്റെ ക്യാഷ് ലെറ്റർ എൻ്റെ കയ്യിലൊന്ന് തായോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നവംബർ 10 എനിക്ക് ക്യാഷ് ലെറ്റർ കിട്ടിയില്ല. പകരം എൻ്റെ വീട്ടുകാരെയും എൻ്റെ കുടുംബത്തെയും ഞാനും ഉൾപ്പെടെ എല്ലാവരും കൂടി ഇവിടെ വന്ന് അതൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും അവരിവിടെ ഡയറക്റ്റ് വന്നിട്ടില്ല. പപ്പയും മമ്മിയും അതേ അനിയത്തി അതിവിടെ ഡയറക്റ്റ് വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് ചെറിയൊരു ഇതുണ്ട്, ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ അന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിശ്വാസമായിരുന്നു, ദൈവമേ മാതാവായിട്ട് വരുത്തിച്ചതായിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ എല്ലാവരും പറയുന്നത് ഇവിടെ കുറച്ചു നേരം കഴിയുമ്പോൾ ധ്യാനമാണ്, ചൊവ്വാഴ്ച ധ്യാനം അന്നാണ് നടത്തുന്നത് എന്നിങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ആ ധ്യാനത്തിൽ കൂടി, മൊത്തം ധ്യാനം കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പപ്പയും മമ്മിയും പറഞ്ഞു അവർക്കിത് ആവശ്യമായിരുന്നു, ഈ ധ്യാനം ആവശ്യമായിരുന്നു, എന്തായാലും നന്നായി എന്നിങ്ങനെ പറയുക. അപ്പോൾ ഞാൻ വിശ്വസിച്ചു, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ എൻ്റെ ക്യാഷിൻ്റെ അതിനകത്ത് ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുമെന്ന് വിചാരിക്കുക. വീട്ടിൽ ചെന്നു, ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. പിന്നെയും കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയി. ഒരു 13-14 ദിവസം ഞാനവിടെ വെയിറ്റ് ചെയ്യുക, എനിക്കൊരു രക്ഷയില്ല. മെയിൽ അയച്ചു, മെയിലിനൊരു റിപ്ലൈ ഇല്ല, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ പപ്പയോട് ഇങ്ങനെ പറഞ്ഞു, പപ്പേ ഇതെന്താ സംഭവം, എനിക്ക് മനസ്സിലാവണില്ല, ഞാൻ ഇനി എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നെല്ലാം കുറവുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ പത്രം ഇരിപ്പുണ്ടായിരുന്നു. പത്രം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായില്ല. അന്ന് നവംബർ 10 വന്നപ്പോൾ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്നൊരു ദിവസം അനീത്തി ഇതുപോലെ പുറത്താണ് പഠിക്കുന്നത്, അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. ഷോപ്പിങ്ങിന് പോകാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പപ്പയോട് തമാശ പറഞ്ഞു, പപ്പയെ പത്രം കൊടുത്തിട്ടില്ല പപ്പേ എന്നിങ്ങനെ പറയുകയും ചെയ്തു. പക്ഷേ അത് കാര്യമാക്കിയില്ല. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിങ്ങിന് പോകുമ്പോഴായിരുന്നു വണ്ടിക്ക് ചെറിയൊരു വണ്ടിയിൽ വന്ന് വേറൊരു സ്കൂട്ടി വന്നിടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് സംഭവം. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പേ ഇനി വൈകിക്കേണ്ട കേട്ടോ, നമുക്ക് പത്രം കൊടുത്തേക്കാം, ഇനി വൈകിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഞാൻ ഹോസ്പിറ്റലിൽ വാർഡുകളിൽ കൊണ്ടുപോയി ഞാൻ പത്രം കൊടുത്തു, മൊത്തം പത്രം കൊടുത്തു തീർത്തു. പിന്നെ ഞാൻ പറഞ്ഞു, പപ്പ ഇതുപോലെ ഇനി വേറെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവുമോ, ഇപ്പോഴും ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ എന്നൊരു പണി, നമുക്ക് കാരുണ്യപ്രവൃത്തിയൊന്നും ഞാൻ അധികം ചെയ്തിട്ടില്ലല്ലോ, നമുക്ക് അത് ചെയ്യാം എന്നിങ്ങനെ പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ ഇതുപോലെ അവിടെ അടുത്തൊരു ബാലഭവനുണ്ട്, പിള്ളേരുടെയാണ്, അപ്പോൾ കുട്ടികളുടെ അവിടെ ഒരു ബാലഭവനുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി ഒരു ദിവസം സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ ആ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളൊരു പണി ചെയ്യുമോ, സിസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇതുപോലെ. അപ്പോൾ എൻ്റെ അടുത്ത് സിസ്റ്റർ എൻ്റെ അടുത്ത് പറയുക, ടീന നീ ഒരു പണി ചെയ്യും, എനിക്ക് എല്ലാ ദിവസവും ഈ പിള്ളേർക്ക് മാത്സ് ഒരു ട്യൂഷൻ എടുക്കാവോ, എല്ലാ ദിവസവും ഒന്ന് വരാവോ, അവർക്ക് മാത്സ് ഒട്ടും അറിയത്തില്ല, അവരൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ സിസ്റ്റർ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എല്ലാ ദിവസവും വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടി പിന്നെ എല്ലാ ദിവസവും അങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ചൊവ്വാഴ്ച മുതൽ ഒരു തിങ്കളാഴ്ച എനിക്കിതുപോലെ എൻ്റെ മെയിലിൽ ഒരു മെസ്സേജ് വരുവാണ്, എൻ്റെ അപ്ലോഡ് ചെയ്ത് ഇത് പോരാഞ്ഞിട്ട് അവർക്ക് 2 ഡോക്യുമെൻറ്റ്സും കൂടി അപ്ലോഡ് ചെയ്യണം, വീണ്ടും അപ്ലോഡ് ചെയ്യണമെന്ന് പറയുക.
അതൊരു എൻ്റെ ഒരു MOAയും പിന്നെ ബാങ്ക് ലെറ്ററും ആയിരുന്നു. ബാങ്ക് ലെറ്ററിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞു എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറയുക. അപ്പോൾ ഞാനാകെ സങ്കടപ്പെട്ട്, ദൈവമേ ഇതെന്തൊരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരോടും ചോദിക്കാൻ പറയുന്നുണ്ട്, അങ്ങനെ രണ്ടാമത് മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ 61% ആയെന്ന് പറഞ്ഞത് വീണ്ടും 25% ആവും, എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആകെ പേടിയാവുമോ, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. റീസ്റ്റാർട്ട് ആകുമ്പോൾ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത്രയും ടൈം വേസ്റ്റായി, എനിക്കറിയത്തില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ വീണ്ടും വെയിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു, അപ്ലോഡ് ചെയ്തോ? ധ്യാനത്തിന് മുന്നേ ഞാൻ ഇതുപോലെ രാവിലെ തൊട്ട് കൊന്ത എത്തിക്കുക. കാര്യം ആ തിങ്കളാഴ്ച നൈറ്റ് ആണെങ്കിലും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്ത സങ്കടമായിരുന്നു. ഞാൻ എന്നിട്ട് ചൊവ്വാഴ്ച ഇതുപോലെ ധ്യാനത്തിന് മുന്നേ കൊന്ത എത്തിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതുവരെ എന്തെങ്കിലും എൻ്റെ പാപങ്ങൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ഇതിനകത്ത് ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ അത് പ്രാർത്ഥിച്ച് എന്നിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ഇന്നത്തെ ധ്യാനം എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, എനിക്കായിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് അതിനകത്ത് കരുതി വെച്ചേക്കണം, ആ തടസ്സം എനിക്ക് മാറ്റണം എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ധ്യാനം കൂടി. ശരിക്കും എനിക്ക് ജോസഫ് അച്ഛൻ എനിക്ക് വേണ്ടി ഇതാക്കി ധ്യാനം പോലെ തന്നെ എനിക്ക് തോന്നിയത്. കാര്യം അന്ന് അച്ഛൻ ആ ധ്യാനത്തിൽ പറഞ്ഞു, നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നതിലല്ല കാര്യം, നമ്മൾ നേരത്തെ ചെയ്ത പാപങ്ങളും ഓർത്ത് കുമ്പസാരിച്ച് ആ പാപങ്ങൾ മൊത്തം കഴുകിക്കളയാൻ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പം ആ 2 ആഴ്ചത്തെ മാത്രമല്ല, നേരത്തെ എന്തെങ്കിലും പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അതും ഇതാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ ഇനിയിപ്പോൾ ഞാൻ ഒരുങ്ങി നന്നായിട്ട് ഒരുങ്ങിപ്പോയി കുമ്പസാരിക്കാം. എന്നിട്ട് ഞാൻ ധ്യാനം കഴിഞ്ഞ് ഞാൻ പോയി കുമ്പസാരിച്ചു ഞാൻ തിരിച്ചു വന്നു. ഒരു നല്ലൊരു കുമ്പസാരം തന്നെയായിരുന്നു അന്ന് നടത്തിയത്. ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ടീനെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പോർട്ടലിൽ കയറിയിട്ടില്ല. പോർട്ടലിൽ കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ